കൊല്ലത്ത് നിന്നും മനോജ് കൂടി ചേരുകയാണ്. മനോജ് വൈബ് റിപ്പോർട്ടറാണ് കേട്ടോ. മനോജ് തൊപ്പിയൊക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. വൈബ് റിപ്പോർട്ടർ. യെസ്. മനോജ്, എന്താണ് ക്രിസ്മസ് ആഘോഷം? ആ പിറകിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആരാണ്? നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ. അശ്വതി, ഹാപ്പി ക്രിസ്മസ്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ഒക്കെ വലിയ രീതിയിലുള്ള ആഘോഷമാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ഭാഗത്തും ഓരോ ദിവസമായിട്ടാണ് ആഘോഷം. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിലുള്ള ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ ഈ തീരദേശത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൈക്കുളങ്ങര ഹാർബറിൻ്റെ പരിസരത്താണ്. അവിടെ തങ്കശ്ശേരി ഹാർബറിലാണ്. എല്ലാവരും അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. കുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ മുതിർന്നവരുണ്ട്. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് വിശേഷം? ക്രിസ്മസ് അടിപൊളി ക്രിസ്മസ് ആണ്. അത് എല്ലാ വർഷത്തിനെക്കാട്ടി ഏറ്റവും മികച്ച ഈ വർഷമായിരുന്നു. മനസ്സിലായേ? ഈ വർഷം എത്ര കടപ്പുറത്ത് മീനില്ലെങ്കിലും ക്ഷാമമാണെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിക്കും. ആ ധൈര്യമായിട്ട് അടിച്ചു പൊളിക്കും. ഇപ്പം ഈ ഇരിക്കുന്ന ഈ കൈക്കുളങ്കര തങ്കശ്ശേരി ഏതാ ആളെന്ന് പറയുന്നത് 30-31 പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പണിക്ക് പോകണ പോലെ താല്പര്യമില്ല. അടിച്ചു പൊളിച്ചിട്ടേ ബാക്കിയുള്ള കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. എല്ലാവരും പഴയ കാലത്തെ ആ ഒരു ചുറുചുറുക്കോട്, അത് പഴയ കാലത്ത് മൂപ്പലാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുള്ളതാണ്. നല്ല പവറോടെ നിന്നാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അടിപൊളി. നേരത്തെ പാട്ടൊക്കെ പാടി. ഒരു പാട്ട് ജനൻ ടിവിക്ക് വേണ്ടി പാടുമോ? കുറച്ച് പേര്, 4 പേര്. ചേട്ടൻ പാടും. നിൽക്കണം. അടുത്ത് നിൽക്കുന്ന ചേട്ടന്റെ കയ്യിൽ കത്തിയുണ്ട് കേട്ടോ. തൊഴുകൈകളോടെ തപ തിരുമുൻപിൽ പ്രാർത്ഥനാ ദീപമാകാം, ഒരു മനസ്സോടെ നിറചിരിയോടെ പ്രാർത്ഥന പൂക്കളേകാം. അടിപൊളിയായിരുന്നു. എന്തായാലും ചേട്ടൻ്റെ കയ്യിൽ കത്തിയിരിക്കുന്നത് വേറൊന്നിനല്ല, നമ്മള് ജനൻ ടിവിയുടെ വക ഒരു കേക്ക് നമുക്ക് മുറിക്കാൻ പോവാണ്. ഇവിടെ ഉണ്ട് ചേട്ടാ, നമുക്ക് കേക്ക് മുറിച്ചാലോ? അപ്പൊ ആരാ പാട്ട് പാടാ കേക്ക് മുറിക്കുമ്പോ? വേറെ ഒരു ചേട്ടൻ ഇവിടെ പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദ, ഏത് പാട്ടാലും. എന്തായാലും നമുക്ക് അല്ലല്ല കേക്ക് മുറിക്കാം. അപ്പൊ എല്ലാവരും, അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. ജനൻ ടിവിയുടെ വക ഇന്ന് ഇവിടെ ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേക്ക് മുറിക്കുകയാണ്. എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ചേട്ടന് കുറേ കാലമായല്ലോ ഈ നാട്ടിൽ. അപ്പോൾ ഇവിടുത്തെ ഓരോ വർഷവും ക്രിസ്മസ് മികച്ച രീതിയിൽ തന്നെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച്. എൻ്റെ ഓർമ്മകാലം മുതലേ ക്രിസ്മസിന് ഏറ്റവും വലിയ ആഘോഷവും ജാനുവരി ഫസ്റ്റും നടുക്കാണ് ഞങ്ങൾ നടക്കുന്നത്. ജാനുവരി ഫസ്റ്റിൻ്റെയും ക്രിസ്മസിൻ്റെയും നടുക്കാണ് നടക്കുന്നത്. ഈ നടക്കുന്ന വർഷ അവസാനവും അവർക്ക് വർഷപ്പുറപ്പും. ഇത് ക്രിസ്മസ് ഉണ്ണിയേശു പ്രസവിച്ചതിൻ്റെ ആഘോഷം അവരുടേത്. ഞങ്ങൾ വർഷ അവസാനം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി അടിപൊളിയായിട്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏതാണ്ട് 61ാം വാർഷികമാണ് ഈ വർഷം. 61 വർഷമായി ഈ സംഘടന ഉണ്ടായിട്ടും നമ്മൾ പരിപാടി നടത്തിയിട്ടും. അതുകൊണ്ട് ഈ വർഷം അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. എങ്ങനെയാ കേക്ക് മുറിക്കാം? മുറിക്കുന്നുണ്ട്. മുറിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് വീട്ടിലെ വിശേഷം? എങ്ങനെയുണ്ട്? ഇല്ല, വീട്ടിൽ കുഴപ്പമില്ല. അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാം. ചേട്ടാ മുറിച്ചോ? എല്ലാവരും ഒന്ന് ഹാപ്പി ക്രിസ്മസ്. എന്താ നമ്മൾ അടിപൊളി കഴിക്കണം കറിയുന്നത്. പിന്നെ എന്തായാലും തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഈ നാളുകളൊക്കെ അവർക്ക് വലിയ ആഘോഷമാണ്. ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളായാൽ പോലും എല്ലാവരും അങ്ങനെ സന്തോഷത്തോടുകൂടി ഒത്തൊരുമിച്ച് ഈ ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കുകയാണ്. എന്തായാലും തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നാലും വലിയ പെരുന്നാൾ ദിവസം ഒന്നും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നാളെ സൂക്ഷിച്ച് വെച്ചാൽ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുന്നുള്ളൂ. വർഷം ഞങ്ങൾ ആഘോഷിക്കും. ക്രിസ്മസ്, ജാനുവരി മാസം. മനോജ്, അവരുടെ വിശേഷമൊക്കെ കേട്ടു. മനോജിന്റെ വിശേഷം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്ന് എന്താണ് മനോജ് പരിപാടി ക്രിസ്മസ് ആയിട്ട്? ഈ മാസം ചെലവാക്കാൻ വേണ്ടി അതൊക്കെ അത്രേ ഉള്ളൂ. എല്ലാ മത്സ്യത്തൊഴിലാളികളാണ് നിൽക്കുന്നില്ല. എല്ലാ മത്സ്യത്തൊഴിലാളികളും തീർച്ചയായും എന്നത്തെയും പോലെ തന്നെ ഇന്ന് ക്രിസ്മസ് ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം എല്ലാ റോഡിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ പുൽക്കൂടും, അതോടൊപ്പം തന്നെ വർണ്ണാഭമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇങ്ങനെ ഓരോ ഭാഗത്തും, അതായത് വാടി മുതൽ തങ്കശ്ശേരി വരെ തീരദേശ മേഖലയിലൊക്കെ വലിയ ആഘോഷമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ പാട്ടും ഡാൻസും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ സന്തോഷങ്ങൾ ഒപ്പിയെടുക്കാൻ കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ അവരുടെ
സന്തോഷം നമ്മുടെയും കൂടെ ഒരു സന്തോഷമാണ്. അത് തന്നെയാണ് നമ്മുടെ ഏതായാലും മനോജ് പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു മനോജ് പറഞ്ഞ ആ ഒരു വൈബ്. ഇപ്പോഴും വൈബാണ്, ഇനി ഉച്ചയ്ക്ക് ശേഷം വൈബ്. പക്ഷെ മനോജിന്റെ പ്ലാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, അത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഏതായാലും ആ ഒരു വൈബ് നിഗൂഢതയുണ്ട്. എനിക്ക് മനോജിനെ നേരത്തെ അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ കൊല്ലത്തെ വൈബ് റിപ്പോർട്ടർ മനോജ് കൊല്ലത്തെ ആഘോഷങ്ങളൊക്കെ നല്ല വൈബായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്.